Hello everybody, welcome back to Spanish with Lali. Let's get started with today's lesson. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കോമൺ വേർഡ്സ് ഇൻ സ്പാനിഷ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന വേർഡ് അല്ലെങ്കിൽ അതൊരു പ്രൊപ്പോസിഷനാണ് ദേ. മലയാളത്തിൽ നമ്മൾ ദേ എന്ന് പറയുന്നത് അതാണ് പ്രൊനൗൺസിയേഷൻ, ബട്ട് DE ദേ. ഈ ദേ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് വേണം, ഫ്രം വേണം, വെർബ് വേണം. അപ്പോൾ ഓഫ് ഫ്രം ആ മീനിങ് ആണ് ഈ ദേക്ക് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഓഫ് എടുക്കാം, ദേ ഓഫ്. അപ്പോൾ അതിനൊരു സെൻറ്റൻസ് ഞാൻ ഇവിടെ അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, സൺ ഓഫ് ഗാഡ്. അപ്പം എങ്ങനെ പറയും? ഈഹോ ദേ ദിയോസ്. ഈഹോ എന്ന് പറഞ്ഞാൽ സണ്ണ്, അവിടെ ദേ കണ്ടോ, സൺ ഓഫ് ഗാഡ്. അപ്പം ദേ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അടുത്ത എക്സാമ്പിളാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ചർച്ച് സ്പാനിഷിൽ ഇംഗ്ലസിയ, ഇംഗ്ലസിയ ദേ ക്രിസ്തോ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ ദേക്ക് വേറൊരു മീനിങ് ഉണ്ട്, ഫ്രം. ഫ്രം, വേർ ആർ യു ഫ്രം? അത് സ്പാനിഷ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? ദേ ദോന്തെ എറേസ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ദേ ദോന്തെ എറേസ്. നമ്മൾ ആളെ പരിചയപ്പെടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രീറ്റിംഗ്സ് എല്ലാം കേട്ട് നോർമലി ചോദിക്കാം ദേ ദോന്തെ എറേസ്. അപ്പോൾ ഇവിടെ ദേ ഫസ്റ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ആ ദേ ലാസ്റ്റ് വന്നു, വേർ ആർ യു ഫ്രം. ഈ സ്പാനിഷ് ഇങ്ങനെയുണ്ട്, കുറേ നമ്മൾ ലാസ്റ്റ് ഉപയോഗിക്കുന്നത് ഇവർ ആദ്യം ഉപയോഗിക്കും. അപ്പം അതിനൊരു എക്സാമ്പിൾ കൂടെയാണ് ദേ ദോന്തെ എറേസ്. ദേ ഫ്രം, ദോന്തെ വെയർ, എറേസ് യു ആർ. അപ്പോൾ വെയർ ആർ യു ഫ്രം. ഇനി another example, they from, I am from India. Yo soy de India. അവിടെ മസ്റ്റായിട്ട് ദേ വേണം. ഫ്രം ഇന്ത്യ, ജോ ഐ, സോയ് ഐ ആം. സോയ് ഇറ്റ് സെൽഫ് ദ മീനിങ് ഐ ആം ആണ്. ജോ ഇവിടെ ഇല്ലെങ്കിലും അത് സ്റ്റാൻഡ് ചെയ്യുന്നത് ഐ ആം. അപ്പം നമുക്ക് സോയ് ദ ഇന്ത്യ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഫുള്ളായിട്ട് നമ്മൾ പേഴ്സണൽ പ്രോനൗൺ കൊടുത്ത് പറയണമെങ്കിൽ ജോ മീൻസ് ഐ, അതിൻ്റെ കൂടെ സോയ് ഐ ആം ദ ഇന്ത്യ, ജോ സോയ് ദ ഇന്ത്യ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ദേ നാദ. ഇവിടെ ദേ ഉണ്ട്, ഇത് ഒറ്റ പേരാണ്, ദേ നാദ. ഇതിൻ്റെ അർത്ഥം യു ആർ വെൽക്കം. നമ്മൾ ഗ്രാസിയ, താങ്ക് യു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയാം യു ആർ വെൽക്കം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുള്ളത്, ഇവിടെ യു കാണുന്നില്ല, ആർ കാണുന്നില്ല, വെൽക്കം ഇല്ല. വെൽക്കം ബിയൻ ബെനീദ, ബിയൻ ബെനീദോ, ബിയൻ ബെനീദോസ്, അങ്ങനെയാണ് സ്പാനിഷ് വെൽക്കത്തിന് പറയുന്നത്. അപ്പൊ ദേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നാദ എന്ന് പറഞ്ഞാൽ നത്തിങ്, ദേ എന്ന് പറഞ്ഞാൽ ഓഫ്. ശരിക്കും പറഞ്ഞാൽ ഓഫ് നത്തിങ്. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് മലയാളത്തിലുള്ള ഇംഗ്ലീഷാണ് നോ മെൻഷൻ പ്ലീസ്. ഇപ്പോഴത് നമ്മൾ ഉപയോഗിക്കാറില്ല, യു ആർ വെൽക്കം. അപ്പൊ അതിന്റെ ഒരു ഇതാണ് നാദ ഓഫ് നത്തിങ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നാദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി യു ആർ വെൽക്കം. യു ജസ്റ്റ് നീഡ് ടു സേ നാദ. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യു ഇല്ല, ആർ ഇല്ല, വെൽക്കം ഇല്ല. ബട്ട് ദാറ്റ് ഈസ് ദ വേർഡ് വി ആർ യൂസിങ് ഇൻ സ്പാനിഷ്, നാദ. ഇനി നമുക്ക് ഇതേകൊണ്ട് ഒരു ദെസ്പുവേസ്. ഇത് ഒറ്റ വേർഡാണ്, ഇവിടെ കട്ടിങ് ഒന്നുമില്ല. ദെസ്പുവേസ്, ഈ ഈയുടെ മുകളിൽ ആക്സെന്റ് ആണ്. ഇതിന്റെ മീനിങ് ആഫ്റ്റർ. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ മൈ വർക്ക്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഇവിടെ നമ്മളൊരു ഓഫ് ഒന്നുമില്ല, ആഫ്റ്റർ മൈ വർക്ക്. ബട്ട് അത് സ്പാനിഷിലേക്ക് നമ്മൾ എഴുതുമ്പോൾ después de mi trabajo, അവിടെ ഓഫ് വന്നു, ദേ ആഫ്റ്റർ ഓഫ് മൈ വർക്ക് എന്നാണ് അവിടെ വന്നത്. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾക്ക് ഇവിടെ ഒരു ഓഫിന്റെ ആവശ്യമില്ല. അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ അവർ കൊടുക്കില്ല, ബട്ട് സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ വേർഡ് വരും.
ചിലപ്പോൾ ഇംഗ്ലീഷ് ഉള്ള വേർഡ് സ്പാനിഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് ഐ ആം എ നേഴ്സ്. അവിടെ നമ്മൾ എ കൊടുക്കുന്നുണ്ട്. ഐ ആം എ നേഴ്സ്. സ്പാനിഷിൽ പറയുമ്പം സോയ് എൻഫർമേറ. അവിടെ എ വേണ്ട, അല്ലെങ്കിൽ ആ വേണ്ട. സോയ് എൻഫർമേറ, ദാറ്റ് മീൻസ് ഐ ആം എ നേഴ്സ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും ഓഫില്ല. പക്ഷെ നമ്മൾ സ്പാനിഷ് എഴുതുമ്പോൾ después de mi trabajo, മീ മൈ സ്റ്റാൻഡ് ചെയ്യുന്നത്. trabajo എന്ന് പറഞ്ഞാൽ ഐ വർക്ക് എന്ന trabajo, ആഫ്റ്റർ ഓഫ് മൈ വർക്ക്. പിന്നെ después de eso, ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ ഒരു ഓഫ് കൊടുക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഇംഗ്ലീഷ്, പക്ഷേ സ്പാനിഷ് después de eso, ആഫ്റ്റർ ഓഫ് ദാറ്റ് സ്പാനിഷിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മെയിൻ ആയിട്ട് ദേ, ഓഫ്. ദേക്ക് പിന്നെ ബൈ എന്നുണ്ട്, ഒരുപാട് വേറെയും മീനിങ് ദേക്കുണ്ട്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതുപോലെ ഫ്രമ്മിനും ദസ്ത എന്ന് പറഞ്ഞാൽ ഫ്രമാണ്, അത് ദേക്കും ഫ്രമാണ്. ബട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത് അതിൻ്റെ മീനിങ് മാറി വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഫിനിഷ് ചെയ്യുകയാണ്. എല്ലാവർക്കും ദേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹലോ ഗ്രേസ്, ഹൗ ആർ യു? Okay, can you ask me a question from the Spanish board? ¿De dónde eres? Great. Yo soy de India. Okay, I'm going to ask you. Okay, Grace. ¿De dónde eres? Yo soy de Texas. Oh, great. She is from Texas and I am from India. Great. Okay. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ hasta luego. You take care. Bye.